ചാലിയാറിൽ നിന്ന് ഇന്ന് ലഭിച്ചത് 2 മൃതദേഹങ്ങളും 10 ശരീരഭാഗങ്ങളും. ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ലഭിച്ചത് 217 മൃതദേഹങ്ങൾ. 75 മൃതദേഹങ്ങളും 142 ശരീരഭാഗങ്ങളും ഉൾപ്പെടെയാണിത്. ഇതുവരെ 212 മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 203 മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ഇന്ന് മുണ്ടേരി വനമേഖല കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. നാളെ ചാലിയാർ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും. ചാലിയാറിൽ മുണ്ടേരി ഭാഗങ്ങളിലും ചാലിയാറിലും ഇന്ന് നടത്തിയ തിരച്ചിലിൽ, ചാലിയാറിന്റെ ഫോറസ്റ്റ് ഭാഗങ്ങളിലും ഇന്ന് നടത്തിയ തിരച്ചിലിൽ 10 ശരീരഭാഗങ്ങളും 2 മൃതദേഹങ്ങളുമാണ് ഇന്നിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇന്ന് വലിയ തരത്തിലുള്ള ഒരു മാസ് തിരച്ചിലായിരുന്നു മുണ്ടേരി ഉൾവനങ്ങളിൽ വ്യാപകമായി നടത്തിയത്. സന്നദ്ധ പ്രവർത്തകർ അതോടൊപ്പം തന്നെ വിവിധ സേനാ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഉള്ള ഒരു തിരച്ചിലായിരുന്നു നടത്തിയിരുന്നത്. ആ തിരച്ചിൽ ഇന്നിപ്പോൾ 10 മൃതദേഹ ശരീരഭാഗങ്ങളും 2 മൃതദേഹങ്ങളും ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടൊപ്പം ആകെ ഈ ചാലിയാറിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങളുടെ എണ്ണം 217 എന്നുള്ളതാണ്. 217 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 6 ദിവസങ്ങളിലായി നടത്തിയ തിരച്ചിലിൽ, ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുണ്ടായ തിരച്ചിലിൽ ചാലിയാറിൽ നിന്നും ചാലിയാറിന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുമായി ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ 75 മൃതദേഹങ്ങളും 142 ശരീരഭാഗങ്ങളും ഉൾപ്പെടും എന്നുള്ളതാണ്. 38 പുരുഷന്മാരുടെയും 30 സ്ത്രീകളുടെയും 3 ആൺകുട്ടികളുടെയും 4 പെൺകുട്ടികളുടെയും മൃതദേഹമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ഇതുവരെ 212 മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. 203 എണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റ് 3 മൃതദേഹങ്ങൾ അത് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇന്നത്തെ വിവരം കൂടി വരുമ്പോൾ 217 മൃതദേഹങ്ങൾ ലഭിച്ച കണക്ക് 217 എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്നിപ്പോൾ ഈ ഒരു മാസ് തിരച്ചിലായിരുന്നു നടത്തിയിരുന്നത്. അതായത് ഈ ഉൾവനങ്ങളിലേക്ക് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ, പ്രധാനപ്പെട്ട ഏരിയ, അതായത് മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശം മുണ്ടേരിയിൽ നിന്ന് അങ്ങ് സൂചിപ്പാറ വരെയുള്ള ഭാഗങ്ങളിലുള്ള ഇടങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടങ്ങളിൽ നിന്നെല്ലാം തന്നെയാണ് ഇപ്പോൾ ഈ മൃതദേഹ ശരീരഭാഗങ്ങളെല്ലാം തന്നെ കിട്ടിയിട്ടുള്ളത്. അവയെല്ലാം തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്നത്തെ തിരച്ചിൽ വലിയ തരത്തിലായിരുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തിട്ടുള്ള ഒരു തിരച്ചിലായിരുന്നു ഇന്ന് ചാലിയാറിന്റെ തീരങ്ങളിലുള്ള വനമേഖലകളിൽ വ്യാപകമായി നടത്തിയത്. ചാലിയാറിലും തിരച്ചിൽ നടത്തിയിരുന്നു. ചാലിയാറിന്റെ ഒരു ഭാഗത്തു നിന്നാണ് മൃതദേഹങ്ങൾ കിട്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് മുഴുവൻ ഈ ഡീപ്പ് ഫോറസ്റ്റ് ഭാഗങ്ങളിലേക്കായിരുന്നു. അവിടെ ഈ ഉൾവനങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു തിരച്ചിലായിരുന്നു ഇന്ന് നടന്നിരുന്നത്. അതിന് കൃത്യമായ സംവിധാനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള തിരച്ചിലായിരുന്നു ഇന്ന് നടന്നിരുന്നത്. ഇന്നിപ്പോൾ തിരച്ചിലിൽ പങ്കാളികളായ ERF പ്രവർത്തകരും അതോടൊപ്പം തന്നെ ചില സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളും ഈ സൂചിപ്പാറ ഭാഗത്ത് ഒരു മൃതദേഹം കണ്ടെത്തുകയും അത് എങ്ങനെ എത്തിക്കുമെന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് അവർ ഈ മൃതദേഹം സുരക്ഷിതമായ സ്ഥലത്ത് വെച്ച് അവർ ഇപ്പോൾ സൂചിപ്പാറ അങ്ങോട്ടേക്ക്, വയനാട് ഭാഗത്തേക്ക് കയറുകയും അവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ 207 മൃതദേഹ ശരീരവും ഭാഗങ്ങളും അതോടൊപ്പം 217 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇന്നത്തെ കണക്കുകൾ കൂടി വരുമ്പോൾ 6 ദിവസങ്ങളിലായി ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 2 മൃതദേഹങ്ങളും 10 ശരീരഭാഗങ്ങളും ലഭിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ തിരച്ചിൽ ഇപ്പോൾ അവസാനിക്കുമ്പോൾ ഇനിയിപ്പോൾ ചാലിയാറിന്റെ ഭാഗങ്ങളിൽ, അതായത് പുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇന്ന് അവിടെ വനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ നാളെ പോത്തുകൽ പഞ്ചായത്തിന്റെ തന്നെ നേതൃത്വത്തിൽ ഈ താഴേക്ക്, ഈ മുണ്ടേരിയിൽ നിന്ന് താഴേക്ക് ഈ പുഴ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിലായിരിക്കും. അതിന് ഓരോ പ്രദേശങ്ങളിലും ഓരോ വാർഡ് കേന്ദ്രീകരിച്ച ആ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ പോലീസിന്റെയും നേതൃത്വത്തിലൊക്കെ ആയിരിക്കും ഒരു തിരച്ചിൽ നടത്തുക. നേരത്തെ തന്നെ തിരച്ചിൽ നടത്തിയ പ്രദേശങ്ങളാണ് എങ്കിൽ പോലും ഒന്നും കൂടി തിരച്ചിൽ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നാളെ ഈ ചാലിയാറിന്റെ തീരങ്ങളിൽ തിരച്ചിൽ ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ഇന്ന് നടത്തിയ മാസ് തിരച്ചിൽ അതിലും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. ഇവിടെ നിന്നുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിക്കുന്നു. ഇനി നാളെ വീണ്ടും തിരച്ചിൽ ഉണ്ടാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഷിജു ചിറ്റൂറിനൊപ്പം ജംഷീർ കൊടുഞ്ഞി, മീഡിയ 1, നിലമ്പൂർ.